ബോംബെ എന്ന മഹാനഗരം. ഈ മഹാനഗരത്തിൽ നിന്നും ത്രസിപ്പിക്കുന്ന ഒരുപാട് അധോലോക കഥകൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രവും അധോലോക പരിവേഷം നിറഞ്ഞ വ്യക്തി തന്നെ. ഒരു കാലത്ത് ബോംബെയിലെ ബിസിനസ് സാമ്രാജ്യങ്ങളെ അടക്കിയാണ് അലക്സ് എബ്രഹാം. എന്നാൽ ഏതാണ്ട് 3 വർഷത്തോളമായി എല്ലാ പരിവേഷങ്ങളും ഉപേക്ഷിച്ച് അയാൾ കൊച്ചിയിലാണ്. ഇന്നത്തെ ദിവസം അയാൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അയാൾ അതിൻ്റെ ആഘോഷത്തിലാണ്. ആഘോഷിക്കുന്നത് തനിയാണെന്ന് മാത്രം. അയാളുടെ ജീവിതത്തിലെ വലിയ ഒരു നഷ്ടത്തിൻ്റെ ആഘോഷം. ഹലോ, അതെ, താനിത് വിടുന്ന ഈ സമയത്ത് മംഗലാപുരത്ത് നിന്ന് ഋഷി അല്ലേ? ഹലോ, യെസ് ഋഷി. ഹാ അലക്സ് ഭായ്. എവറിത്തിങ് ഓക്കെ? എവറിത്തിങ് ഈസ് ഫൈൻ ഭായ്. എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ റെഡിയായി കഴിഞ്ഞു. ഗുഡ്. എനിക്ക് തന്നെ നാളെ കൊച്ചിയിൽ വേണം. ബിഫോർ ലഞ്ച് കൊച്ചിയിൽ എത്തിയിട്ട് വിളിക്ക്. ഓക്കെ? ഡോണ്ട് വറി ഭായ്, ഐ വിൽ ഡു ഇറ്റ്. എന്താ ഭായ്, വർഷങ്ങളായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു മംഗലാപുരം ഡീലിംഗ്സ്? ഈസ് ഇറ്റ് ഫോർ എനി ഫൈനാൻസ്? അതേടോ, പണം ആവശ്യമായി വന്നു. ഒരു 60 കോടി. മറ്റൊന്നിനും വേണ്ടിയല്ല, എൻ്റെ 4 മക്കൾക്കും വേണ്ടി. എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഷെയർ ഞാൻ വീതിക്കുന്നു. ഭായ്, എന്താ ഇത്? എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? ഓർമ്മയുണ്ടോ അയ്യരെ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയം കൊച്ചിൻ ആലപ്പി നാഷണൽ ഹൈവേ 80 കിലോമീറ്റർ സ്പീഡിൽ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കാറിൻ്റെ പെൻ സീറ്റിൽ കൊച്ചിയുടെ ട്രാഫിക് ബഹളങ്ങൾ ഒന്നും അറിയാതെ ഒരു നല്ല ഗസൽ സംഗീതത്തിൻ്റെ സുഖമാസ്വദിച്ച്
മയങ്ങുകയായിരുന്നു ഞാൻ. കുണ്ടന്നൂർ ജംഗ്ഷൻ എത്തിയതും ലെഫ്റ്റ് സൈഡിൽ നിന്ന് പാഞ്ഞു വന്ന ഒരു ട്രക്ക് എൻ്റെ കാറിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. എന്നിട്ടും മരണം ഉറപ്പാക്കാനെന്നോണം ആ ട്രക്ക് എക്സ്പ്ലോഡ് ചെയ്യുന്നു. ആ അപകടത്തിൽ എൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ മരണം 9 പേർ. എന്നിട്ടും ഞാൻ മാത്രം ഈ പാതി ശരീരത്തോടെ. എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന കഥകൾ എന്തിന് വീണ്ടും? ഞാൻ തകർന്നു പോയത് അവിടെ ഒന്നുമല്ലടോ. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ച എൻ്റെ മക്കളാണെന്ന് അറിഞ്ഞപ്പോൾ. ഭായ്, നിങ്ങൾ മക്കളെ സ്നേഹിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരച്ഛനെ അവർക്ക് കൊടുക്കാൻ ഭായിക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളാണ് അവരുടെ അച്ഛനെന്ന് സമൂഹത്തിൽ നിന്ന് മറച്ചുവെക്കാൻ ഭായി അവരോട് ആവശ്യപ്പെട്ടിട്ടില്ലേ? ഞാനാണ് അവരുടെ അപ്പനെന്ന് ഈ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അവർ 4 പേരും ജീവനോടെ ഉണ്ടാകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവരുടെ ജീവനെ ഓർത്തിട്ടാണ് ഇനിയും ഈ കൈകൾ കൊണ്ട് വെട്ടിപ്പിടിക്കാമായിരുന്ന പലതും ഞാൻ വേണ്ടെന്ന് വെച്ചത്. ഭായിയുടെ മക്കൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് സംഭവം നടന്ന രാത്രി പുലരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞതാണ്. അതും കൊളാബ സ്ട്രീറ്റിലെ രത്തൻ നായിക്കിന് വേണ്ടി. തീർത്ത് കളഞ്ഞേനെ 4നെയും. അപ്പോൾ തന്നെ സ്വന്തം തന്തയുടെ മരണം ആഘോഷിക്കാൻ അവർ കുടിച്ചു തീർത്ത മദ്യത്തിന്റെ ലഹരി വിടുന്നതിന് മുമ്പ്. അങ്ങനെയല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളൂ? ചതിച്ചത് ഞാനായാലും താനായാലും. പക്ഷേ പാതി ബോധത്തിലും ഭായി സമ്മതിച്ചില്ല, എതിർത്തു. ശരിയാണ്, ഒരു പക്ഷേ ആദ്യമായി എൻ്റെ അയ്യരുടെ തീരുമാനം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മക്കൾക്ക് ശിക്ഷ വിധിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ പാടുള്ളൂ എന്നെനിക്ക് തോന്നി. എന്നാൽ ഇപ്പോൾ എൻ്റെ തീരുമാനം അവർക്ക് ശിക്ഷ വിധിക്കാനല്ല. പണത്തിന് വേണ്ടിയല്ലേ എൻ്റെ മക്കൾ എന്നോടിത് ചെയ്തത്? അവർക്ക് ആവശ്യമുള്ള പണം ഞാൻ അവർക്ക് കൊടുക്കുന്നു. ഭായി, അത് അതേടോ, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച എൻ്റെ 4 മക്കൾക്ക് വേണ്ടി എൻ്റെ സമ്പാദ്യം ഞാൻ വീതിച്ചു കൊടുക്കണം. That's my final judgment.
എല്ലാവരെയും എല്ലാ വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട്. അവർ 4 പേരും നാളെ കൊച്ചിയിലെത്തും. വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ക്യാഷും പേപ്പേഴ്സും എല്ലാം റെഡിയാണ്. ഞാൻ കാണാൻ പോവുകയാണിടോ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച എൻ്റെ മക്കൾ. അതെ മാത്യൂസേ, പറയൂ. ആ പ്ലോട്ടിൻ്റെ അഡ്വാൻസ് അവർ തന്നിരുന്നു. ഏതാണ്? അല്ലല്ല, ഞാൻ പറഞ്ഞത് എടപ്പള്ളിയിലെ ആ പ്ലോട്ടിൻ്റെ കാര്യമാണ്. അതെ, പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പ് കഴിഞ്ഞ എഗ്രിമെന്റ് ചെയ്യാമെന്ന വാക്ക്. ഒന്ന് നിർത്തോ? എപ്പ നോക്കിയാലും ഒരു പ്ലോട്ടും എഗ്രിമെന്റും. ഓക്കെ, അത് ഞാൻ അപ്പൊ കോണ്ടാക്ട് ചെയ്യാം. അതെ, ഇത് പൊളിറ്റിക്സ് അല്ല, സാഹചര്യ സമയം നോക്കി സംസാരിക്കാൻ. ഇത് ബിസിനസ്സാണ്. എപ്പോ വേണമെങ്കിലും ഒരു ക്ലയന്റ് ലൈനിൽ വരാം. ബിസിനസ്സോ? ഇതുപോലുള്ള ഒരുപാടെണ്ണത്തിന് ഈ ചൂണ്ടുവിരലിൽ നിർത്താനുള്ള പവറുണ്ട് ഈ കതറിന്. ഏയ് മതി, നിർത്ത്. കൂട്ടത്തിൽ ആരാണ് വലിയവൻ എന്നറിയാൻ വേണ്ടിയല്ല നമ്മൾ 4 പേരും ഓടിപ്പിടിച്ച് കൊച്ചിയിലോട്ട് വന്നത്. ആദ്യം വന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുക. ഇതൊന്നുമല്ല എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയും വലിയ മാറ്റത്തിന്റെ പഞ്ചെന്താണെന്നാ. വെടിവെച്ചാൽ പൊട്ടാ തീരുമാനമെടുക്കുന്ന നമ്മുടെ അപ്പൻ, ദ ഗ്രേറ്റ് അലക്സാണ്ടർ ബായ്ക്ക് ഇപ്പൊ എന്താണാവോ ഇങ്ങനൊരു മാനസാന്തരം? അതാണ് ചിന്തിക്കേണ്ടത്. സ്വത്തുക്കളെല്ലാം കാലശേഷമേ മക്കൾക്കായി വീതിക്കൂ എന്ന് പറഞ്ഞയാൾ എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ? അതും കോടികൾ 4 മക്കൾക്ക് വേണ്ടി വീതിക്കുന്നു. ഒരു കണക്കിന് നമ്മൾ കൊല്ലാൻ ശ്രമിച്ചിട്ടും തട്ടിപ്പോകാഞ്ഞത് കാര്യമായി. അന്ന് തീർന്നു പോകേണ്ടതായിരുന്നു. അയാളുടെ മനസ്സിന്റെ ഒരു ഉറപ്പ് കൊണ്ടാണ്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനം. അല്ലെങ്കിൽ ഇത്രയ്ക്കും വെൽ പ്ലാൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ആക്സിഡന്റ് സീനിൽ നിന്നും അയാൾ അത്ഭുതകരമായി ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു. ഇപ്പോഴും ബോംബെ രക്തനായകന് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഒരു അറ്റംപ്റ്റിന് അയാൾ എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്നതാണ് ഓഫർ. ഇനിയൊരു ബോംബെക്കാരന് വേണ്ടി പണിയെടുക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും തട്ടിക്കളയേണ്ട സ്വന്തം അപ്പനെ തന്നെയാ. അതും അയാളുടെ സ്വത്തുക്കൾ നമുക്ക് 4 പേർക്കുമായി വീതിക്കുന്നു എന്ന് പറഞ്ഞ ഈ അവസരത്തിൽ. അത് നേരാ.
ഇനി ഏതായാലും അറ്റംപ്റ്റ് പോകാതിരിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ തവണ തന്നെ എത്രയും വലിയൊരു ആക്സിഡൻറ്റും എക്സ്പ്ലോഷനും ഉണ്ടാക്കിയിട്ട് എന്തായി? കുണ്ടന്നൂർ ജംഗ്ഷനിൽ കത്തിത്തീർന്ന 5-8 കടകളാണ്, കൂട്ടത്തിൽ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ പാതിയും. അതൊന്ന് സെറ്റിൽ ചെയ്യാൻ ഇറക്കിയ കാശിൻ്റെ കണക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇയാളെയൊന്നും ഇങ്ങനെയല്ല, നേരെ ചെന്നിട്ട് ഇങ്ങനെ പോയിന്റ് ബ്ലാക്കിൽ നിർത്തി വെച്ച് പൊട്ടിക്കണം. അങ്ങോട്ട് ചെല്ല്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യുദ്ധമുണ്ടായാൽ ഇവിടുത്തെ മിലിറ്ററിക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു ആയുധ ശേഖരമുണ്ട് അങ്ങേരുടെ കയ്യിൽ. അപ്പോഴാണ് തൻ്റെ ഈ അരച്ചാൽ നീളമുള്ള ഈ തോക്ക്. ഒരു പഴമ്പാ തികച്ചു വേണ്ടി വരില്ല ഇവിടുത്തെ പോലീസുകാർക്ക് തൻ്റെ ഈ വലിയ ശരീരം പൊതിഞ്ഞു കെട്ടാൻ. അതുകൊണ്ട് കൊച്ചിയിലെ കൊട്ടേഷൻ രാജാവിന് അധിക ആവേശമൊന്നും വേണ്ട. ഇതിനെക്കുറിച്ച് ഇനി ഇവിടെ കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. തരാമെന്ന് പറഞ്ഞ പണം വാങ്ങണം. എനിക്കതാണ് ആവശ്യം. തനിക്ക് പണത്തിന് ആവശ്യമില്ലാത്ത സമയം എപ്പോഴുള്ളത്? കുഴൽപ്പണം, തുണിക്കച്ചവടം, കള്ള് കച്ചവടം എന്നുവേണ്ട താൻ ചെയ്യാത്ത എന്ത് പരിപാടിയെങ്കിലും ബാക്കിയുണ്ടോ? അങ്ങനെയുള്ള ഒരാൾക്ക് പണം എവിടെ നിന്ന് കിട്ടിയാലും ആവശ്യമാണെന്നറിയാം. അതെ, എനിക്ക് ആവശ്യമുണ്ട്. ശരിക്കും പണമില്ലാതെ ജീവിതം മുമ്പോട്ട് പോകില്ല എന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഈ നെറികേടുകൾക്കെല്ലാം ഞാൻ കൂട്ടുനിൽക്കുന്നത്. രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും. അതിന് പണം വേണം. നിങ്ങളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നതും മറ്റൊന്നിനും വേണ്ടിയല്ലല്ലോ. എന്തായാലും എൻ്റെ അന്വേഷണത്തിൽ പ്രോപ്പറായ പേപ്പറോട് കൂടിയുള്ള വൈറ്റ് മണി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, നമ്മളാണ് ഈ ആക്സിഡന്റെയും എക്സ്പ്ലോഷന്റെയും പിന്നിലെന്ന് അയാൾക്കറിയില്ല. അത് രത്തൻ ഭായിയുടെ തലയിലല്ലേ. സോ നാളെ നമ്മൾ പോവുകയാണ്. ഇതുവരെ കണ്ട ജീവിത കഥകളെല്ലാം മാറുകയാണ്. നാളെ മുതൽ നമ്മൾ കോടീശ്വരന്മാരാവുകയാണ്. പക്ഷേ ഓർമ്മിക്കേണ്ട ഒന്നുണ്ട്. നമ്മൾ കൊല്ലാൻ ശ്രമിച്ചിട്ടും മരിക്കാത്ത ഒരു വ്യക്തി, അതും ഒരു അണ്ടർവേൾഡ് ഡോണിന്റെ മുമ്പിലേക്കാണ് നാളെ നമ്മൾ പോകേണ്ടത്. ഒരു കരുതലുണ്ടായിരിക്കണം എല്ലാവർക്കും. പേരെയും ഇങ്ങനെയൊന്ന് ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു സംസാരമോ സൽക്കാരവുമല്ല നിങ്ങളെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നെനിക്കറിയാം. ഇത് മുഴുവൻ നിങ്ങൾക്കുള്ള പണമാണ്. $15 കോടിയാണ് ഒരാൾക്കുള്ള എൻ്റെ ഷെയർ. അതിൽ 5 കോടി ഇൻ ക്യാഷ്. അതാണ് ഈ പെട്ടികളിൽ. ബാക്കി ലാൻഡും ബിസിനസ്സും സെയിൽ ചെയ്തതിൻ്റെ പേപ്പേഴ്സാണിത്. എല്ലാം അയ്യർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കണ്ടു ബോധിച്ചവർക്ക് ഇതുമായി മടങ്ങാം.
പറയൂ, എന്താണ് കാര്യം? കാണണമെന്ന് നിർബന്ധമായി പറഞ്ഞു. മക്കളിൽ ഒരാൾ കാണണമെന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചില്ലേ? പണം തികയാഞ്ഞിട്ടാണെങ്കിൽ താൻ അവരുമായിട്ട് സംസാരിക്കേ. പണമല്ല പ്രശ്നം, നേരിട്ട് കണ്ടേ പറ്റൂ എന്നുള്ള വാശിയിലാണ്. അയാളോട് വരാൻ പറയുക, പക്ഷേ പ്രോപ്പർ ചെക്കിങ്ങിന് ശേഷം മാത്രം. എന്താ, പണം പോരാന്നുണ്ടോ? ഞാൻ ഈ പണം കൊണ്ടുപോകുന്നില്ല അച്ഛാ. ഒന്ന് രക്ഷപ്പെടാൻ പല വഴികൾ ശ്രമിച്ചിട്ടും നേടാൻ കഴിയാത്തവരാണ് ഞാൻ. പണത്തിന് വേണ്ടി ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അച്ഛനെ കൊല്ലാൻ പോലും തയ്യാറായ മഹാപാപിയാണ് ഞാൻ. മനസ്സുകൊണ്ടുള്ള ശാപത്തേക്കാൾ ഈ കൈകൾ എനിക്ക് എഴുന്നേൽക്കടാ മോനെ. നീ മരിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളവനാണ്. അതിന് പണം വേണം. നീ പണം പരാജയം അവിടെ പൂർണ്ണമാകുകയാണ്. എന്നാൽ തെറ്റ് എത്ര വലുതായാലും അത് ഏറ്റുപറയുന്നതിന്റെ മനസ്സ് ഒരു പുതിയ തുടക്കത്തിലേക്ക് മടങ്ങുകയാണ്. അതെ, ഇത് എൻ്റെ ഒരു പുതിയ തുടക്കം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ മൗനം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പശ്ചാത്തപിച്ച ആ മകന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് കൊടുത്തത്? കൊല്ലാൻ ശ്രമിച്ചവർക്ക് കൈ നിറയെ പണവും. അയ്യരെ, നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഈ ഫോണിലുണ്ട്. എല്ലാം ഭംഗിയായി അവസാനിച്ചു. ബായ്. വർഷങ്ങൾക്ക് ശേഷം കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന 3 കാർ സ്ഫോടനങ്ങൾ, അതും ഒരേ സമയം. 3 മിനിറ്റുകൾക്ക് മുൻപ് നടന്നു കഴിഞ്ഞു. ഇനി മുതൽ എണ്ണം പിടിക്കുന്ന 5 മിനിറ്റുകൾക്കുള്ളിൽ കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളിലും ഈ ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ് ചെയ്യും. 2 explosions in NH47 and 1 in KK Road. And bye. One is still with you.
ഞാൻ തീരുമാനിച്ചുറപ്പിച്ച 4 പേരുടെയും മരണമായിരുന്നടോ 4 പെട്ടികളിലും. ഇറ്റ് വാസ് എ പ്രീ പ്ലാന്റ് ബോംബ് എക്സ്പ്ലോഷൻ. ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ അയ്യരെ? പശ്ചാത്തപിച്ച എൻ്റെ മകന് ഞാൻ കൊടുത്തത് എന്താണെന്ന്. ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ ജീവൻ, അതിലേക്കാണ് അയാൾ നടന്നു പോകുന്നത്. ഒരു നിമിഷം ചിന്തിക്കൂ, ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ആ തെറ്റുകൾ എത്ര വലുതായാലും മനസ്സുരുകുന്ന ഒരു പശ്ചാത്താപം, അത് ചിലപ്പോൾ തിരിച്ചു നൽകുന്നത് നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ തന്നെയായിരിക്കും.